എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാൻ പോയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു മാവലി സ്റ്റോറിൽ പോയി സാധനങ്ങളൊക്കെ തിരയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളും കൂടി അവിടെ ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് എന്താ കാണുന്നത് അത് എടുത്തിട്ട് വരും. പിന്നെ വീട്ടിൽ ചെന്നിട്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ ഇന്ന സാധനം വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എന്നാലും ഞാൻ എഴുതിയിട്ട് പോകുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പേപ്പറൊക്കെ പിടിച്ചിങ്ങനെ നോക്കാനുള്ള മടിയാണോ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ നോക്കി നടക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്ത കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെ നോക്കി നടന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. ഞാൻ പറയാൻ വേണ്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് സബ്സിഡിയിലെ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അവിടെ 3-4 പ്രാവശ്യം ഒന്ന് കറങ്ങി നടന്നു കേട്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ബില്ലും പേ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി റോഡിലേക്ക് നടന്നപ്പോഴാണ് ഒരു പച്ചക്കറി കട ഉണ്ടത് കേട്ടോ. പച്ചക്കറി കടയിൽ നോക്കിയപ്പോൾ 130 രൂപയ്ക്ക് ഒരു കിറ്റ്, ഒരു കവർ പച്ചക്കറി കിറ്റ് കണ്ടു കേട്ടോ. അപ്പം ഞാൻ അതും വാങ്ങിയിട്ട് പിന്നെ വീട്ടിലോട്ട് ചെന്നു കേട്ടോ. ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് കഴുകിയൊക്കെ വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് ലാഭമായിട്ടാണ് തോന്നി കേട്ടോ. ആക്ച്വലി ഞാൻ എപ്പോഴും ഒരു 400-300 രൂപയ്ക്കൊക്കെയാണ് പച്ചക്കറി വാങ്ങുക. എനിക്ക് പിന്നെ അത് ബൾക്കായി വാങ്ങിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഹസ്ബൻഡ് എടുത്ത് കളയുന്നത് ഒരു പതിവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വാങ്ങിയത് എനിക്ക് ലാഭമായി. ഒരു സാമ്പാർ ഒരു 3 പ്രാവശ്യം ഉണ്ടാക്കാം, അത്യാവശ്യം ഉപ്പേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അടുത്തടുത്ത് വീഡിയോ എന്താ വെച്ചാൽ മാവലിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളോടൊക്കെ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിൽ മുഴുവൻ അമ്മൂസ് അപ്പൂസ് അവിടെ TV ഉണ്ടായിരുന്നു. TVൻ്റെ സൗണ്ട് മുഴുവൻ കേൾക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങൾ പിന്നെ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, സബ്സിഡിയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സബ്സിഡി ഇല്ലാത്ത സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ മാത്രം കേട്ടോ. വെളിച്ചെണ്ണക്ക് 1 ലിറ്ററിന് അവിടെ 203 ആയിരുന്നു. പിന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 260 രൂപ കൊടുക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്